അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഒരു പഴയകാല വിഭവം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിൽ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി നൂലപ്പമൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ്, അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 2 പിഞ്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഉണ്ട ശർക്കരയുടെ പകുതി മാത്രം എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷാക്കി എടുത്തതാണ്. ശർക്കരയുടെ പൊടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ഏലക്ക ഒന്ന് ചതക്കി എടുത്തിട്ടുണ്ട്. അത് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്മി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തോലൊന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിലിട്ടിട്ടൊന്ന് തിരുമ്പി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ആക്കാം. നമുക്ക് ഇത്രയും വെള്ളം പോരാ, പിന്നെയും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പം നമുക്ക് വെള്ളം ഇനി ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇത്ര വെള്ളം മാത്രം മതിയാകും. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾ അത്യാവശ്യം നല്ല സോഫ്റ്റാക്കി മാവ് എടുത്താൽ അത്രയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മാവ് ഇതേപോലെ റെഡിയായി വരും. അപ്പോൾ ഇതേപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവമാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരിക. പിന്നെ നിങ്ങളെടുക്കുന്ന അരിപ്പൊടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വെള്ളത്തിൻ്റെ അളവും അതൊന്ന് വരിക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചക്കയാണ്. ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെയൊക്കെ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ചക്കയും മാങ്ങയൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതേ ചക്ക ഞാൻ ഇതിൻ്റെ ഉള്ളിലെ കുരുവും അതിൻ്റെ ഉള്ളിലെ പാടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-25 ചക്ക എടുത്തിട്ടുണ്ട്. ചക്കച്ചോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ടാക്കി എടുക്കുക. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗിയും കഴിക്കാനും സിമ്പിളായിട്ട് കഴിക്കാനും പറ്റും. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ചൂട് ചായക്കൊപ്പമൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനൊന്നും അധികം ചിലവൊന്നും വരുന്നില്ല. സാധാരണ ചക്കയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ടല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരു പാത്രം, ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് ബാക്കി വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കാൻ വെച്ചത്. പിന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ഈ ചക്ക നമ്മൾ ചെറുതാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയിട്ടിട്ട് വേണമെങ്കിൽ ഫ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ നുള്ളി ഇടുന്നത് പോലെ ഇങ്ങനെ നുള്ളി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൈകൊണ്ട് കുറച്ചധികം എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാൻ കുറേ ഓയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. അത്രയും ഓയിൽ വേസ്റ്റായി പോകുന്നത് കൊണ്ട് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ട്, ഓയിലല്ല വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ ഒപ്പം അല്പം നെയ്യ് ഞാൻ ചേർത്തതുപോലെ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഇരട്ടിക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചക്കക്കാലം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോ. ഇങ്ങനെ റെഡിയാക്കി നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അഭിപ്രായം അറിയിക്കാനും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായതും ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായതും അങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റുള്ള സാധനം നമ്മൾ കുറച്ച് സമയം എടുത്ത് റെഡിയാക്കിയാലും നമുക്ക് അത് എന്താ പറയുക, നമുക്ക് അത്ര സമയം പോകുന്നതായിട്ട് തോന്നില്ല. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെയാണല്ലോ അല്ലേ. നല്ല ടേസ്റ്റാട്ടോ. ഒരു പ്രാവശ്യം റെഡിയാക്കി നോക്കിക്കോട്ടോ. അപ്പോൾ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറം ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല മധുരമുണ്ട്. നമുക്ക് ഇത് പാത്രം കാലിയാകുന്ന വഴി അറിയില്ല. ചെറുതാക്കി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറേ അധികം ഉണ്ടാവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് എടുത്ത് കഴിക്കാനും സിമ്പിളാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.